ഹീലിംഗ് വില്ലേജ്? മണി പവർ കൊണ്ടും മസിൽ പവർ കൊണ്ടും എന്തും വാങ്ങാൻ കഴിയുന്ന ഒരു സമൂഹം പകച്ചു നിൽക്കുന്ന ഒരേ ഒരു നിമിഷം ഈ അസുഖങ്ങളും അസുഖം മൂർച്ഛിക്കുമ്പോൾ ഉണ്ടാകുന്ന മരണഭയവും. ഞാൻ എന്നോട് തന്നെ ഒരു ദിവസം പറഞ്ഞു, നീയും ഒരു ദിവസം ഇത് തന്നെ നേരിടും. എല്ലാം നമ്മുടെ സർവ്വ പ്രതീക്ഷയും തകരുന്നൊരു നിമിഷമാണ്. പക്ഷെ അവിടെ ഞാനൊരു തീരുമാനമെടുത്തു. ഞാൻ ആസ് എ ഫൈറ്റർ ഈ മരണത്തിന് മുമ്പേയും പരാജയപ്പെടാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും കേട്ടിട്ടുള്ളത് ചിരഞ്ജീവിത്വം, അത് മരണമില്ലായ്മ, അമരത്വം, ഇമ്മോർട്ടാലിറ്റി ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം എന്ന ഒരു ചിന്ത വന്ന് മനുഷ്യന് സ്വയം ഹീൽ ചെയ്യണമെങ്കിൽ അവൻ്റെ ഒരു ചികിത്സാ സംവിധാനം ഉള്ളിൽ നിന്ന് തെളിഞ്ഞു വരണം. അത്ര മനോഹരമായിട്ടൊരു സ്ഥലത്തൊരു വില്ലേജ് പണിയാണ്. അതെങ്ങനെയാണ് ഒരു ആശയം? ആ ഭാരതത്തിൻ്റെ ഹൃദയമാണ് ഈ ഭൂമി. സ്വയം പര്യാപ്തമായ ചെറുഗ്രാമങ്ങൾ, സ്വയം പര്യാപ്തമായ ചെറുഗ്രാമങ്ങൾ, അതിൻ്റെ ഒരു റെപ്ലിക്ക ആണ് ഇന്ന് ഈ ഹീലിംഗ് വില്ലേജ്. ഇപ്പോൾ ഒരു നെഞ്ചിനൊരു വേദന വന്നു, പാനിക്കാകുകയെ നിവൃത്തിയുള്ളൂ. അതെ. പിന്നെ അത് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക. അതോടെ ബന്ധുക്കളുടെയും കൂട്ടുകാരുടെയും ജോലി കഴിഞ്ഞു. പിന്നെ എല്ലാം ഡോക്ടറെ തീരുമാനിക്കുന്നത്. സ്വയം പര്യാപ്തി എന്ന് പറഞ്ഞാൽ എനിക്ക് നെഞ്ചിനൊരു വേദന ഉണ്ടെങ്കിൽ നമുക്ക് ശാരീരിക പ്രശ്നങ്ങൾ മാത്രമല്ലല്ലോ ഉള്ളത്, മാനസിക പ്രശ്നങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ, പിന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ്, എവിടെയെങ്കിലും സ്വസ്ഥമായി ഒന്ന് പോയിരിക്കണം, ഒന്ന് നമ്മളെ തന്നെത്താൻ ഹീൽ ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരു ഇടത്താണ് ഇന്ന് നമ്മളുള്ളത്. ഇൻറ്റിമസി ഹീലിംഗ് വില്ലേജിലാണ്. ഇന്ന് അതിൻ്റെ മഠാധിപതിയായിട്ടുള്ള ഗുരു യോഗീശ്വരനാണ്. നമസ്കാരം ഗുരുജി. നമസ്തേ ഗുരുജി. ഒരു ഹീലിംഗ് വില്ലേജ്, എനിക്ക് തോന്നുന്നു അങ്ങനെ അതൊരു വ്യത്യസ്തമായിട്ടുള്ള ആശയമാണ്. എങ്ങനെയാണ് ഈ ഒരു തോട്ടിലേക്ക് എത്താൻ കാരണം, അതൊരു ഹീലിംഗ് വില്ലേജ് നിർമ്മിക്കണം എന്നൊരു തോട്ടിലേക്ക്? ഈ വില്ലേജ് എന്ന് പറയുന്നത് സത്യത്തിൽ ഇംഗ്ലീഷ് വാക്ക്, പക്ഷെ ഗ്രാമം എന്നാണ്. ഗ്രാമം എന്ന വാക്ക് നമുക്ക് ഭാരതത്തിൽ വന്നത് ശരിക്കും ഗമിക്കുക എന്ന ആ ധാതുവിൽ നിന്നാണ്. ജീവിതം ഒരു ശ്രമമാണ്, എപ്പോഴും മുന്നോട്ട് ഗമിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ അനന്തമായ ഒരു യാത്രയിലേക്ക് നയിക്കുന്ന ഒരു സംസ്കാരമാണ് നമ്മുടേത്, അല്ലെങ്കിൽ ഭാരതത്തിൻ്റേത്. അങ്ങനെ ആ ഗമനത്തിൽ നിന്നാണ് ഗ്രാമം എന്ന വാക്ക് തന്നെ ഉണ്ടായത്. പൗരാണിക ഭാരതം, ഇന്നത്തെ ഇന്ത്യയല്ല, പൗരാണിക ഭാരതം ഒരു വലിയ സാംസ്കാരിക കൂട്ടായ്മയായിരുന്നു. അതിൽ 3 വിഭാഗം ആൾക്കാർക്കാണ് യഥാർത്ഥത്തിൽ നാഷണാലിറ്റി ഉണ്ടായിരുന്നത്. അതായത് വിദ്യാർത്ഥികൾ, തീർത്ഥയാത്രികർ, അല്ലെന്നുണ്ടെങ്കിൽ സന്യാസിമാർ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഒരു സ്വന്തം കാറ് ഡ്രൈവ് ചെയ്ത് തമിഴ്നാട് ബോർഡറിൽ ചെന്നാൽ ആരും മൈൻഡ് ചെയ്യില്ല. പക്ഷെ ഒരു ഗുഡ്സ് വെഹിക്കിൾ പോയാലോ ശ്രദ്ധിക്കും. അപ്പോൾ ബോർഡറിൽ തടഞ്ഞിട്ട് എന്താണ് കൊണ്ടുപോകണതെന്ന് നോക്കും. ഇതുപോലെ പണ്ട് ഈ ചെറു ഗ്രാമങ്ങൾ, സ്വയം പര്യാപ്തമായ ഗ്രാമങ്ങൾ ചേർന്ന നാട്ടുരാജ്യങ്ങളും നാട്ടുരാജ്യങ്ങൾ ചേർന്ന ചക്രവർത്തി പദങ്ങളും ചേർന്ന ഒരു വലിയ കൂട്ടായ്മയായിരുന്നു പൗരാണിക ഭാരതം. അല്ല, എനിക്ക് തോന്നുന്നു ഗുരുജി വ്യത്യസ്തമായിട്ടാണ്. എന്തുകൊണ്ടാണ് ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം? ഇത് ഏകദേശം ഒരു 10 ഏക്കർ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം അത്ര മനോഹരമായിട്ടൊരു സ്ഥലത്തൊരു വില്ലേജ് പണിയാണ്. അതെങ്ങനെയാണ് ഒരു ആശയം, അല്ലെങ്കിൽ ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുക്കാൻ എന്തുകൊണ്ടാണ്? ആ ഭാരതത്തിൻ്റെ ഹൃദയമാണ് ഈ ഭൂമി, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ പൗരാണിക ഭാരതത്തിൻ്റെ ഒരു ഹൃദയമെന്ന് പറയുന്നത് സ്വയം പര്യാപ്തമായ ചെറുഗ്രാമങ്ങളാണ്. സ്വയം പര്യാപ്തമായ ചെറുഗ്രാമങ്ങൾ. ഇതിൽ നിന്നാണ് ഇദ്ദേഹം, മഹാത്മാഗാന്ധി, ഗ്രാമ സ്വരാജ് എന്ന സങ്കല്പം തന്നെ കൊണ്ടുവന്നത്. അപ്പോൾ ഗ്രാമങ്ങൾ ചേരണമെങ്കിൽ ആ ഗ്രാമത്തിന് ഒരു സ്വയം പര്യാപ്തത ഉണ്ടാകണം. അതായത് ഒരു വലിയ കൂട്ടുകുടുംബമായിരുന്നു ആ ഗ്രാമം. പക്ഷെ അതിനകത്ത് ഈ സ്വയം പര്യാപ്തത എന്ന് പറഞ്ഞാൽ ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള സർവ്വഗമനങ്ങൾക്കും സർവ്വ പുരോഗതിക്കുമുള്ള ഒരു സംവിധാനം ഒരുക്കി വെക്കും. അതിൻ്റെ ഒരു റെപ്ലിക്ക ആണ് ഇന്ന് ഈ ഹീലിംഗ് വില്ലേജ്. മനുഷ്യന് സ്വയം ഹീൽ ചെയ്യണമെങ്കിൽ അവൻ്റെ ഒരു ചികിത്സാ സംവിധാനം ഉള്ളിൽ നിന്ന് തെളിഞ്ഞു വരണം, അല്ലേ? ഇന്ന് താങ്കൾക്കൊരു അസുഖം വന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സംഭവിക്കുന്നത്
ഇപ്പോൾ ഒരു നെഞ്ചിനൊരു വേദന വന്നു, പാനിക് ആകുകയെ നിവൃത്തിയുള്ളൂ. അതെ. പിന്നെ അത് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക. അതോടെ ബന്ധുക്കളുടെയും കൂട്ടുകാരുടെയും ജോലി കഴിഞ്ഞു. പിന്നെ എല്ലാം ഡോക്ടറെ തീരുമാനിക്കുന്നത്. യു ഹാവ് നോ റോൾ ഇൻ ദാറ്റ്. ഇതല്ല സ്വയം പര്യാപ്തത. സ്വയം പര്യാപ്തത എന്ന് പറഞ്ഞാൽ എനിക്ക് നെഞ്ചിനൊരു വേദന ഉണ്ടെങ്കിൽ ഒന്ന് ഡീപ്പ് ബ്രത്ത് എടുക്കാനുള്ള ഒരു മനസാന്നിധ്യം, എന്താ സംഭവിക്കുന്നത് എന്ന് നോക്കാനുള്ള ഒരു മനസാന്നിധ്യം. അപ്പോൾ സ്വയം ഹീൽ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ്. പിന്നീട് കിട്ടുന്നത് എയ്ഡുകളാണ്, സപ്പോർട്ടുകളാണ്. പണ്ട് നാടൻ ഭാഷയിൽ പറയും, വാഴയാണ് കുല തരുന്നത്, ഊന്ന് അല്ല. ഇതുപോലെ ഡോക്ടർമാർ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ, സഹായ സംവിധാനങ്ങൾ ഒരു രോഗിക്ക് കൊടുക്കുന്നത് സഹായമാണ്. യഥാർത്ഥത്തിൽ ചികിത്സ നടക്കുന്നത് അവൻ്റെ ഇമ്മ്യൂണിറ്റി, അത് ആണ് യഥാർത്ഥത്തിൽ രോഗത്തെ നേരിടുന്നത്. അങ്ങനെ ആ രോഗത്തെ നേരിടാനുള്ള സർവസജ്ജമായ, പ്രകൃതിയുടെ സർവസജ്ജമായ ഒരു സംവിധാനമാണ് ഇവിടുത്തെ ഈ സ്വയം പര്യാപ്ത ഗ്രാമം. അപ്പോൾ അതിന് ഈ പൗരാണിക ഭാരതത്തിൻ്റെ എസൻസ് എടുത്തിട്ട്, അല്ലെങ്കിൽ നാം ഇന്ന് മറന്നുപോയ ആ എസൻസ് എടുത്തിട്ട് ആധുനിക ശാസ്ത്രത്തിൻ്റെ ഒരു ഇൻ്റഗ്രേഷനോട് കൂടി അവതരിപ്പിച്ചിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ഹീലിംഗ് വില്ലേജ്. അപ്പോൾ ഹീലിംഗ് എന്ന് വെച്ചാൽ ഇവിടെ വരുന്നതെല്ലാം ഹീൽ ചെയ്യാനാണോ എന്ന് ചോദിച്ചാൽ അതേ. നമുക്ക് ശാരീരിക പ്രശ്നങ്ങൾ മാത്രമല്ലല്ലോ ഉള്ളത്, മാനസിക പ്രശ്നങ്ങളുമുണ്ട്. ശാരീരിക പ്രശ്നങ്ങളോടൊപ്പം മാനസിക പ്രശ്നങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ, പിന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ. എനിക്ക് തോന്നുന്നു ഇന്ന് ഇതെല്ലാം കൂടെ ഒറ്റ ഇതിലേക്ക് ഒതുക്കി, ഡിപ്രഷൻ, ആങ്സൈറ്റി ഇതിലേക്ക് മാത്രം ഒതുക്കിക്കൊണ്ട് വരുന്നുണ്ട് ഇപ്പോൾ ആളുകളെല്ലാം. അപ്പം ഇത് മാറ്റാൻ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ സഹായകരമായിരിക്കും. ഈ ഇരുട്ട് മാറ്റാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒരു വിളക്ക് തെളിച്ചാൽ മതിയല്ലോ. മതി. ഇരുട്ടിനോട് യുദ്ധം ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല, ഒരിക്കലും മാറില്ല. അപ്പോൾ ഇരുട്ട് മാറണമെങ്കിൽ അവിടെ ഒരു വെളിച്ചം വെച്ചാൽ മതി. ഇതുപോലെ ഡിപ്രഷൻ, ആങ്സൈറ്റി എന്ന് പറയുന്നത് നമുക്ക് നമ്മെക്കുറിച്ചുള്ള അറിവില്ലായ്മയുടെ ഒരു പ്രകടഭാവമാണ്. അപ്പോൾ നമുക്ക് നമ്മെക്കുറിച്ച് ഒരു അറിവുണ്ടായാൽ അതിനെയാണ് തിരിച്ചറിവ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മളെ തന്നെയുള്ള തിരിച്ചറിവെന്ന് പറയുമ്പോൾ ഞാനെല്ലാം പുറത്തേക്ക് നോക്കി കാണുന്നു. എൻ്റെ കണ്ണിനെ കണ്ടിട്ടില്ല, കണ്ണാടിയിലെ പ്രതിബിംബം മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നാൽ ബോധപൂർവം കണ്ണിൻ്റെ രശ്മികളെ എനിക്ക് കണ്ണിലേക്ക് തിരിക്കാം. അതിനെ യോഗയിൽ പ്രത്യാഹാരം എന്ന് പറയും. പ്രത്യാഹാരം, ആഹാരം, തന്നിലേക്ക് തിരിക്കുക. അതുപോലെ ചെവി കൊണ്ടെല്ലാം പുറത്തുനിന്ന് കേൾക്കും. എന്നാൽ ചെവിയെ എനിക്ക് ശ്രദ്ധിക്കാൻ കഴിയും. മണം, മൂക്ക് കൊണ്ട് ഞാൻ എല്ലാം മണക്കും. എന്നാൽ മൂക്കിനെ എനിക്ക് മണക്കാൻ കഴിയണം. നാവ് കൊണ്ട് ബാഹ്യമായ രുചി ശ്രമിക്കും, പക്ഷെ നാവിനൊരു രുചിയുണ്ട്. സ്കിന്നിന് ഒരു സ്പർശശക്തിയുണ്ട്, എന്നാൽ ഇതിന് ആന്തരികമായും ഒരു സ്പർശശക്തിയുണ്ട്. ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങളെയും തന്നിലേക്ക് തിരിക്കുമ്പോൾ നമുക്കൊരറിവുണ്ടാവും, അവനവനെക്കുറിച്ചുള്ള അറിവ്. അതാണ് തിരിച്ചറിവ്. ആ തിരിച്ചറിവ് ഉണ്ടായാൽ നേരത്തെ പറഞ്ഞ ആങ്സൈറ്റി, പിന്നെ ഡിപ്രഷൻ, ഇങ്ങനെ സാങ്കേതിക പദങ്ങളെല്ലാം അങ്ങ് ഇല്ലാതാകുക ചെയ്യുന്നത്. എനിക്കൊന്ന് ഈ സ്ഥലത്തിന് എന്തോ പ്രത്യേകത ഉണ്ടെന്ന് വന്നപ്പം തന്നെ പറഞ്ഞു, അതെന്താണ്? ഇത് പൗരാണികമായിട്ട് ഏകദേശം ഒരു 2000-2500 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഹിസ്റ്ററി നോക്കിയാൽ ഞാൻ കുറേ കാര്യങ്ങൾ കേട്ടറിഞ്ഞതും കുറച്ച് ഈ ലൈബ്രറിയിൽ നിന്നൊക്കെ പഠിച്ചതുമാണ്. പിന്നെ ആ കേൾക്കാനും പഠിക്കാനും ഞാൻ ശ്രമിച്ചത് ആന്തരികമായ എൻ്റെ ഒരു ചോദന കൊണ്ടാണ്. ഞാൻ സത്യത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഒമാനിൽ, മിഡിൽ ഈസ്റ്റിലുമാണ്. പിന്നെ അവിടെ നിന്ന് ബിസിനസ് പരമായിട്ട് പോയത് നെതർലൻഡ്സിലുമാണ്, ഹോളണ്ട്. ഞാൻ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാനുള്ളൊരു ശ്രമത്തിൽ പേപ്പർ വർക്കുകളൊക്കെ തുടങ്ങുമ്പോഴാണ് എനിക്കൊരു സ്വപ്നം, ഒരു സ്ട്രെയിഞ്ചായിട്ടൊരു സ്വപ്നം കാണുന്നു ഒമാനിൽ വെച്ചിട്ട്. അതിൽ സത്യത്തിൽ ഈ സ്ഥലമാണ് ഞാൻ കാണുന്നത്. എങ്ങനെയാണ് കണ്ടതെന്ന് ചോദിച്ചാൽ പിന്നീടാണ് തിരിച്ചറിഞ്ഞത്. സ്വപ്നദർശനം. അപ്പോൾ കാണുന്നത് കുറേ ഇങ്ങനെ മലകളും, അതിൻ്റെ മധ്യത്തൊരു ചെറിയ മല, അതിൽ കുറേ ഓടുമേഞ്ഞ കെട്ടിടങ്ങൾ, കുറേ ഈ കുടുംബം വെച്ച ആൾക്കാരൊക്കെ ഇങ്ങനെ വളരെ ബിസിയായിട്ട് നടക്കുന്നു. ഒരു സ്ഥലത്ത് കുറേ വലിയ നമ്മൾ അണ്ടാവിൽ ആഹാരം വേവിക്കുന്നു. അപ്പോൾ ഒരു സദ്യയും മറ്റു കാര്യങ്ങളും നോക്കുമ്പോൾ ഒരു യജ്ഞശാലയാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഇപ്പോഴെന്തിനാ ഒരു യജ്ഞശാല കാണുന്നത് എന്ന് വെച്ചിട്ട് ഞാനത് ഇഗ്നോർ ചെയ്തു. എന്നാൽ സർപ്രൈസിംഗ്ലി അടുത്ത ദിവസം ഇതേ സ്വപ്നം തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് കാണുകയാണ്. സോ ഇമ്മീഡിയറ്റ്ലി കെയിം ടു നോ സംതിങ് ഈസ് ബീയിങ് കമ്മ്യൂണിക്കേറ്റഡ്. ഈ സ്ഥലത്തെന്തോ ഉണ്ട്, അല്ലെങ്കിൽ ഈ സ്ഥലമല്ല, ഇത് എന്തോ പറഞ്ഞു തരികയാണ്. ഈ സ്വപ്നത്തിൽ തന്നെ നമ്മൾ കാണുന്ന കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ കഴിയും. യോഗയിൽ സംയമം എന്നൊരു ഭാഗമുണ്ട്. അത്
പിന്നെ അറിയാമല്ലോ, എനിക്കൊരു ചെറിയ ഹിസ്റ്ററി ഉണ്ട്. ഒരു 4-5 വർഷത്തോളം ഞാൻ ഒരു സന്യാസിയായിരുന്നു. 5 കൊല്ലം സന്യാസിയായിരുന്നു? അങ്ങനെ ഒരു ചെറിയ ഹിസ്റ്ററി ഉണ്ട്. അത് കഴിഞ്ഞിട്ടൊക്കെയാണ് അതെങ്ങനെയായിരുന്നു സന്യാസിയായത്? ഇത് ഞാൻ വളരെ കുട്ടിയിൽ ഒരു 8-9 വയസ്സിൽ തന്നെ ഞാനൊരുത്തി അല്പം ഈ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ശല്യം സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. പരാതികൾ വീട്ടിൽ വരും. അച്ഛനൊരു പാരമ്പര്യ വൈദ്യനായിരുന്നു. അപ്പോൾ അല്പം സോഷ്യൽ സ്റ്റാറ്റസും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ആൾ. പരാതികൾ വരുമ്പോൾ അച്ഛനൊരു ബുദ്ധിമുട്ട്. എന്നും ഒരാളുടെ മൂക്ക് തല്ലി പൊട്ടിച്ചു, തള്ളിയിട്ടു, അല്ലെങ്കിൽ ടീച്ചർ പറയുന്നത് വലിയ തെങ്ങിൽ വലിഞ്ഞ് കയറുന്നു. അപ്പോൾ എൻ്റെ ഈ എക്സ്ട്രാ എനർജി നോട്ട് ചെയ്തിട്ട് അച്ഛനാണ് ഈ ചെറിയ കളരി സാധനയിലോട്ടൊക്കെ വിട്ടത്. അപ്പോൾ എക്സ്ട്രാ എനർജി അവിടോട്ട് പോട്ടെന്ന് കരുതി. പക്ഷെ ഞാൻ നല്ലൊരു കളരി വിദ്യാർത്ഥിയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ SLC കഴിയുമ്പോഴാണ് ഈ എൻ്റർ ദി ഡ്രാഗൺ എന്നൊരു പടം ഇറങ്ങുന്നത്, ബ്രൂസ്ലി. അപ്പോൾ അതിൽ കറാട്ടയുടെ ആവശ്യകത കണ്ട് നേരെ കറാട്ടെ പഠിക്കാൻ പോകുന്നു. പിന്നെ അതിൽ ബ്ലാക്ക് ബെൽറ്റ് ആകുന്നു. കളരിയിൽ തന്നെ തെക്കനും വടക്കനും ഒക്കെ ഞാൻ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ബോക്സിങ്, ഈ 85 സ്റ്റേറ്റ് ബോക്സിങ് ചാമ്പ്യനായിരുന്നു ഞാൻ, കേരള സ്റ്റേറ്റ് ലൈറ്റ് വെയ്റ്റ്. സകലകല വല്ലഭനാണ്. അത് എന്തിനാണ് ഞാൻ എൻ്റെ ശരീരം ഇങ്ങനെ എല്ലാറ്റിനും ഉപയോഗിക്കുന്നത് എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ നന്നായിട്ട് ഭരതനാട്യം ചെയ്യും. വർക്കല കോളേജിലെ 2 വർഷത്തെ ബെസ്റ്റ് ഡാൻസർ ഞാനായിരുന്നു. അപ്പോൾ ഈ താളാത്മകമായ ചലനം അതൊരു വല്ലാത്ത ആവേശമായിരുന്നു എനിക്ക്. പിന്നെ ഡിഗ്രി പഠനം കഴിയുമ്പോഴാണ് ഞാൻ പിന്നെ ഗൾഫിലേക്ക്, അന്നറിയാമല്ലോ വക്കം വർക്കല ഏരിയയൊക്കെ, ഡിഗ്രിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും നേരെ ഗൾഫിലേക്ക് പോകും. അങ്ങനെ ഞാനും ഗൾഫിലേക്ക് പോയി. അവിടെ വച്ചിട്ട് ഈ കളരിയിൽ ചില മർമ്മ ചികിത്സകളൊക്കെ ഉണ്ട്. നമുക്ക് കൃഷ്ണൻകുട്ടി ആശാനാണ് എന്നെ പഠിപ്പിച്ചത്, മുടവൻ മുകൾ കൃഷ്ണൻകുട്ടി ആശാൻ. അദ്ദേഹം ഈ ഇതുണ്ടല്ലോ ഉറക്കു മർമ്മം വരെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കഴുത്ത് വേദന, നടുവേദന, തോള് വേദനയൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം പിള്ളേർ കളിയാണ്. ഈ അക്യുപ്രഷർ പോയിന്റിൽ പിന്നെ പ്രഷർ അപ്ലൈ ചെയ്യുക, മർമ്മ ചികിത്സ. ഞാൻ ഇതിൻ്റെ ഒരു എക്സ്പെർട്ട് ആയതുകൊണ്ട് ഗൾഫിൽ പെട്ടെന്ന് തന്നെ ഈ റോയൽ ഫാമിലി അല്ലെന്നുണ്ടെങ്കിൽ ഈ ബിസിനസ്സിൻ്റെ ഹൈ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ, അതിലേക്കൊക്കെ ഞാൻ പെട്ടെന്ന് ആ സെക്ഷൻ ഓഫ് സൊസൈറ്റി എന്നെ അഡോപ്റ്റ് ചെയ്ത പോലെയായി. പക്ഷെ അവിടെയാണ് എനിക്കൊരു വലിയ കൺഫ്യൂഷൻ ഉണ്ടായത്. ഈ മണി പവർ കൊണ്ടും മസിൽ പവർ കൊണ്ടും എന്തും വാങ്ങാൻ കഴിയുന്ന ഒരു സമൂഹം പകച്ചു നിൽക്കുന്ന ഒരേ ഒരു നിമിഷം ഈ അസുഖങ്ങളും അസുഖം മൂർച്ഛിക്കുമ്പോൾ ഉണ്ടാകുന്ന മരണഭയവും അത് ഞാൻ കണ്ടു. നിസ്സഹായമായ പല കണ്ണുകളും എൻ്റെ മുന്നിൽ ഞാൻ കണ്ടപ്പോൾ ഞാൻ എന്നോട് തന്നെ ഒരു ദിവസം പറഞ്ഞു, നീയും ഒരു ദിവസം ഇത് തന്നെ നേരിടും. എല്ലാം നമ്മുടെ സർവ്വ പ്രതീക്ഷയും തകരുന്നൊരു നിമിഷമാണ് മരണം. ഒരു ഡോക്ടർക്കും എന്നെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനോനില അത് ഞാൻ കണ്ടു. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കോൺവേ വരുന്നു, പിന്നെ വലിയ സ്വർണ്ണ ഇതൊക്കെ പതിച്ച ഗൗണൊക്കെ ഇവരൊക്കെ വരുന്നു. പക്ഷേ ഈ ബെഡിൽ കിടന്നിട്ട് ഇങ്ങനെ നിസ്സഹായമായി നോക്കുമ്പോൾ ദാറ്റ് ഈസ് ദ റിയാലിറ്റി. പക്ഷെ അവിടെ ഞാനൊരു തീരുമാനം എടുത്തു. ഞാൻ ആസ് എ ഫൈറ്റർ ഈ മരണത്തിന് മുമ്പേയും പരാജയപ്പെടാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഈ അച്ഛൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. കുട്ടിയിൽ എനിക്ക് കഥ കേൾക്കാൻ ഇഷ്ടമായിരുന്നു. അതായത് ഈ ഹനുമാൻ മരുത്തോമല എടുത്തുകൊണ്ട് പോകണു, അല്ലെന്നുണ്ടെങ്കിൽ ഇരവാൻ എന്ന ഒരു പിന്നെ സർവശക്തൻ 2 മലകൾക്ക് മുകളിൽ ഇങ്ങനെ കാലുകൾ വെച്ചിട്ട് നിൽക്കുന്നു, താഴേക്ക് പോകുന്ന ആൾക്കാർ നോക്കുന്നു. ഇതൊക്കെ എന്നെ ഒരു ബാല മനസ്സിലൊരു വലിയ സങ്കല്പ ലോകം വളർത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടും കേട്ടിട്ടുള്ളത് ചിരഞ്ജീവിത്വമാണ്. അത് മരണമില്ലായ്മ, അമരത്വം. ഇത് പെട്ടെന്ന് അത് സ്ട്രൈക്ക് ചെയ്തിട്ട് ഇഫ് ദർ ഈസ് എ സ്റ്റേറ്റ് ഓഫ് ലൈക്ക് ദാറ്റ്, ഇമ്മോർട്ടാലിറ്റി ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം എന്ന ഒരു ചിന്ത വന്ന് ഞാൻ സ്വയം കാഷായം സ്വീകരിച്ച് ഗൾഫിനോട് വിട പറഞ്ഞു. ഞാൻ നാട്ടിൽ വന്നു.